Butterfly. Butterfly. ഹായ് ഗായ്സ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പറ്റാവുന്ന പോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. സാധാരണ ഞാൻ രാത്രി ആകുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഡെലിവറി അടുത്തുകൊണ്ട് എനിക്ക് തീരെ വയ്യ. അതും രാവിലെ പണികളൊക്കെ എങ്ങനെയും തട്ടിമുട്ടിയിട്ടൊക്കെ ചെയ്യും. രാത്രി ആകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാൽ മതി വെച്ചിട്ടാവും ഞാൻ നിൽക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രി ആകുമ്പോൾ ചോറ് കഴിച്ച പാത്രങ്ങളൊന്നും കഴുകാൻ അപ്പോൾ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റാത്തപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ തന്നെ കഴുകി വെക്കും. രാവിലെ ആയാൽ വലിയ പ്രശ്നമില്ല കേട്ടോ. രാത്രി തീരെ വയ്യ. വൈകുന്നേരം ആകുമ്പോൾ വേഗം പണികൾ തീർത്തിട്ട് ഞാൻ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വേഗം കിടന്നുറങ്ങും കേട്ടോ. എപ്പോഴൊന്നും ഇല്ല കേട്ടോ ഈ അസ്വസ്ഥത. ഇപ്പോൾ ഡെലിവറി ഇങ്ങനെ അടുക്കാറായില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഈ വയ്യായികയും കാര്യങ്ങളൊക്കെ. പിന്നെ കാലിൻ്റെ മുകളിലൊക്കെ തന്നെ നീര് ചെറുതായിട്ട് ഇങ്ങനെ വരണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കൂടുതലായിട്ട് ഈ കിടക്കുമ്പോഴാണ് ഈ നീര് വരേണ്ടത്. എഴുന്നേറ്റ് നമ്മൾ നടക്കുക, പണികൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീരൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഡെലിവറിക്കും ഫസ്റ്റ് ഡെലിവറിക്കൊന്നും എനിക്ക് കാലും നീര് അങ്ങനെ വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം എന്തോ കാലുമൊക്കെ നീര് വരുന്ന പോലെ ഭയങ്കര വേദന കേട്ടോ. കാല് തണ്ടൽ ഒക്കെ ഭയങ്കര വേദനയാണ്. കൂടുതലായിട്ട് ഈ സിസേറിയൻ ചെയ്തവർക്ക് തണ്ടൽ വേദന മാറില്ല പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. എനിക്ക് 2 ഡെലിവറിയും സിസേറിയൻ ആയിരുന്നു. മൂന്നാമത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണ്ടൽ വേദനയാണ്. നമുക്ക് ശരിക്കും പോലെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല ഈ സംഭവം. പിന്നീട് ഇങ്ങനെ ഓരോ ഡെലിവറി കഴിയും തോറും പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് പണികൾ ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയത് നമുക്ക് സിസേറിയൻ കഴിഞ്ഞാൽ തണ്ടൽ വേദന മാറില്ല എന്ന്. അപ്പോൾ രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ കഴുകി വെച്ച് പാത്രം കഴുകിയിട്ടാവാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നീക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ തക്കുടൂസ് നീട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, തക്കുട എൻ്റെ കൂടെ തന്നെ നീക്കും. അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കണായിട്ട് മുമ്പേ തന്നെ അവൻ എഴുന്നേക്കൂട്ടോ. അവന് നേരത്തെ എഴുന്നേക്കണ കുട്ടിയാണ് കേട്ടോ തക്കുടു. റിച്ചുവിന് പക്ഷെ ഉറങ്ങിയാൽ മതിയാവില്ല കേട്ടോ. എത്ര ഉറങ്ങിയാലും റിച്ചുവിന് മതിയാവില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ റിച്ചൂസിന് നല്ല പനിയാണ് കേട്ടോ. തക്കുടുവിന് പനി ഉണ്ടായിരുന്നു, അത് മാറിയിട്ട് ഇപ്പോൾ റിച്ചുവിന് വന്നു. ഇപ്പോൾ റിച്ചുവിന് ഇന്നലെ തൊട്ടിട്ട് പനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഒരിത്തിരി ഭേദം പോലെ ആയിട്ടുണ്ട്. രാവിലെ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തുനിന്ന് നീക്കുമ്പോൾ. അപ്പോൾ ഒന്നും വല്ലാണ്ട് പനിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും മരുന്നൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പനി കൂടാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. തക്കുട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രാവിലെ എൻ്റെ പല്ലൊക്കെ തേച്ചു കേട്ടോ. പുറത്ത് പോയിട്ട് നല്ല കുട്ടിയിട്ട് പല്ലൊക്കെ തേച്ചപ്പോൾ എനിക്ക് വന്നിട്ട് ഉമ്മ തരികയാണ് കേട്ടോ. പല്ലൊക്കെ തേച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മൊക്കെ കൊടുത്തതിന് ശേഷം മൂപ്പരാൾ ഹാപ്പി ആയിട്ടാണ്. എന്നിട്ട് ഞാൻ വേഗം കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പാത്രമൊക്കെ കഴുകി അടുക്കളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടാണ്. ഈ അടുക്കള വൃത്തിയില്ലാണ്ട് കിടന്നാൽ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ഈ അടുക്കള അങ്ങനെ വൃത്തിയില്ലാണ്ടൊക്കെ എടുക്കുക പറയുമ്പോൾ വേറെ എവിടെയും കുഴപ്പമില്ല. എനിക്ക് അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ടാണ് രാത്രി പാത്രങ്ങൾ കഴുകാൻ പറ്റാത്ത ചോറ് കഴിച്ചത്. അതുപോലെ കുറേ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വേസ്റ്റൊക്കെ അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി കളയാറുണ്ട്. അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ സബോള അരിയാണ്, പിന്നെ പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാക്ക് പണിയുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ പണി ഉണ്ടാവാറില്ല. ഇപ്പോൾ പണിയൊക്കെ കുറഞ്ഞു വരിക കേട്ടോ, പെയിൻറ്റിങ്. അപ്പോൾ പെയിൻറ്റിങ് ഉള്ള ദിവസം നേരത്തെ തന്നെ പോയിട്ട് അവർക്ക് നേരത്തെ പോയി കഴിഞ്ഞാൽ 3:30-4 മണിയാകുമ്പോൾ തിരിച്ച് വരാം വീട്ടിലേക്ക്. കാരണം നമുക്ക് കുറേ നേരം 5 മണി വരെ നിൽക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഒരു 7:30-7:45 പണിക്ക് കയറി കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ വരാം കേട്ടോ. 3:30-4 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടെ. അപ്പുറത്ത് ഞാൻ ധൃതി പിടിച്ചിട്ടാണ് വേഗം ചായക്ക് കടി ഉണ്ടാക്കുന്നത്. കാരണം രാവിലെ പാത്രം കഴുകാനും ക്ലീനിങ്ങിനൊക്കെ നിന്നുകൊണ്ട് തന്നെ ചായക്ക് കടി ഉണ്ടാക്കാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ഉപ്പുമാവട്ടെ വേഗം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അല്ലെങ്കിൽ പുട്ട്, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുക. പുട്ടുണ്ടാക്കായാലും പഴമുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കായാലും പഴമുണ്ട്. ഉപ്പുമാവിന് തന്നെ പഴം കൂട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ പുട്ടിന് പഴം കൂട്ടും ഇഷ്ടമാണ്. പക്ഷെ ഇന്നലെ പുട്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും പുട്ട് വേണ്ടാന്ന് വെച്ചു. എപ്പോഴും പുട്ടായി കഴിഞ്ഞാൽ മടുപ്പാവില്ലേ. അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പുറത്ത് അടുപ്പുമ്പോൾ തന്നെ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ പഞ്ചസാര കൂടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ കൂടില്ല കേട്ടോ. എനിക്കൊരു കൈയളവുണ്ട്, അതനുസരിച്ച് ഞാൻ പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടാറില്ല. അതിപ്പോൾ എന്ത് പൊടികളായാലും ഒക്കെ എനിക്കൊരു കൈയളവുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് ടീസ്പൂൺ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചായയിൽ പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തേത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ തീരാറായിട്ട്, ഓയിൽ മാത്രമല്ല കുറേ സാധനങ്ങൾ തീരാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ മാസാവസാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമുക്ക് സ്വതവേ ഒരു ടൈറ്റ് വരും. നമുക്ക് റെൻറ്റും കാര്യങ്ങളും വണ്ടീൻ്റെ അടവും പിന്നെ അത്യാവശ്യം ലോണുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഈ മാസം ലാസ്റ്റ് എന്ന് പറയുന്നത്, ഈ മാസം നല്ല എല്ലാ മാസം ലാസ്റ്റ് ആകുമ്പോൾ അതിന് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കുറേ വാങ്ങാണ്ട് അതൊക്കെ ഇനി വാങ്ങണം. പിന്നെ കാക്കച്ചിങ്ങി എല്ലാ ദിവസവും പണിയില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊന്നും പണി തീരെ ഉണ്ടാവാറില്ല, വല്ലപ്പോഴാണ് പണി ഉണ്ടാവാറുള്ളൂ. ഇനി എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വേണം
വേണം ഇക്കാനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും കുട്ടീനൊക്കെ കണ്ടിട്ട് പോയിക്കോട്ടെ വെച്ചിട്ടാട്ടാ. എന്തായാലും 2 മാസം കഴിഞ്ഞൊക്കെ എന്തായാലും ഗൾഫിൽ പോകാൻ ഞാൻ ശരിയാവില്ല. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേറൊരു ലോണും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സീരിയസ് ആവും ഡെലിവറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ പറ്റില്ല, പ്രൈവറ്റിൽ തന്നെ കാണിക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ലോണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. മിക്കതും ഡെലിവറി കഴിഞ്ഞൊക്കെ ഗൾഫിൽ പോകണ്ടാവും കേട്ടോ. പിന്നെ ഞാനത് ഉപ്പുമാവിൻ്റെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ മഞ്ഞപ്പൊടി ഇടുന്നത് നല്ല ഇഷ്ടമാണ് ഉപ്പുമാവിൽ. വെള്ള കളർ ഉപ്പുമാവും കഴിക്കാറുണ്ട്, പക്ഷെ മഞ്ഞപ്പൊടി ഇട്ട പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ വെള്ളം തിളച്ചപ്പോൾ ഇതാ റവ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറേശ്ശായിട്ട് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടീൻ്റെ ഭംഗി കണ്ടിട്ട് ആരും കളിയാക്കണ്ട. ചട്ടി പഴയ ചട്ടിയാണ് കേട്ടോ, കുറേ വർഷം മുമ്പുള്ള ചട്ടിയാണ്. ചീഞ്ചട്ടി ഉപകാരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കളയാത്തത്. നമുക്ക് ഉപകാരമുള്ള സാധനം എന്തിനാ വെറുതെ കളഞ്ഞിട്ട് പുതിയത് വാങ്ങണ വെച്ചിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കളയാത്തത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ചട്ടി. നമ്മൾ പെട്ടെന്ന് നല്ല മയമുള്ള ചട്ടിയാണ്. മീനൊക്കെ പൊരിക്കാൻ വെച്ചാലും എന്ത് പൊരിക്കാൻ വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, നല്ല മയമുള്ള ചട്ടിയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് അത് കളയാത്തത്. അപ്പോൾ ചട്ടീൻ്റെ കളർ എന്തെങ്ങനെ വേറെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടൊന്നും ആരും അങ്ങനെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. ആ കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാരണം എനിക്ക് ഈ ചട്ടി ഫേവറേറ്റ് ആയതുകൊണ്ടാണ് കളയാത്തത്. പിന്നെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല കട്ടയിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുറച്ചിങ്ങനെ കുറുക്ക് പോലെ ഇല്ലേ കുട്ടികൾക്ക് കൊടുക്കണ കുറുക്ക്, അതേപോലെ ഉണ്ടാക്കുന്നതാട്ടോ ഇഷ്ടം. നന്നായി വേവിച്ചിട്ട് അതേപോലെ ആവണം, നല്ല കട്ടയാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഹലുവ പോലെ വരില്ലേ, അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ഉപ്പുമാവ് ആർക്കും. ഞങ്ങളാരും കഴിക്കില്ല. പിന്നെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ ഉപ്പുമാവ് ഉണ്ടയിട്ട് ഇങ്ങനെ കുറേ മണികളായിട്ടുള്ള ഉപ്പുമാവ്. അത് കല്യാണ വീട്ടിൽ വെക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ തോന്നുന്നു. നമ്മളൊന്നും ഉണ്ടാക്കി അതുപോലെ വരുന്നില്ല, എനിക്ക് തീരും വരില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും ആ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പുമാവൊക്കെ അങ്ങനെ സെറ്റായിട്ടുണ്ട്. 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. ഒരു പാത്രം കാക്കുള്ളതും ഒരു പാത്രം എനിക്കും തക്കുടൂനുള്ളതും. ഞാൻ തക്കുടു ഒരു പാത്രത്തിൽ നിന്നാട്ടാ കഴിക്കുക, ഞാൻ അവന് വാരി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ചായ അതാ ആക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. അപ്പോൾ കഞ്ഞി വന്നിട്ട് കഴിക്കേണ്ട താമസമുള്ള പഴം അതവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ പഴം ആരും കഴിക്കില്ല. പഴം ചെറുതായിട്ട് നാശമായി തുടങ്ങുന്നുണ്ട്. അപ്പുറത്തെ വശം ചില വശം പഴുത്തും തുടങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഉപ്പുമാവിൻ്റെ കൂടെ പഴം കഴിക്കുന്നത് ഇഷ്ടമല്ല, പഞ്ചസാര കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാട്ടോ. ചിലവരൊക്കെ കഴിക്കും, പഞ്ചസാരയും പഴമൊക്കെ കൂടി കഴിക്കുന്നത് കാണാറുണ്ട്. ഞങ്ങളങ്ങനെ കഴിക്കില്ല. ഞങ്ങൾക്ക് പപ്പടം ഇഷ്ടമാണ്. പപ്പടം ഉണ്ടെങ്കിൽ കഴിക്കും. അല്ലെങ്കിൽ മീൻ കൂട്ടല്ലേ തലേദിവസത്തൊക്കെ മീൻ ചാറ്, ചിക്കൻ്റെ കറി, അതൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ ഇഷ്ടമാട്ടോ, അത് കഴിക്കും. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാതെ പണിക്ക് പോകാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുഴ നോക്കി നിൽക്കുകയാണ് ഇക്ക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ടോ നോക്കണം. പുഴയിൽ വെള്ളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. മഴ പെയ്താലാണ് കുറേ വെള്ളമൊക്കെ നിൽക്കുക. പിന്നെ ഇവിടെ വാഴാനി ഡാമൊക്കെ ഇല്ലേ വടക്കാഞ്ചേരി ഉള്ളത്, അതൊക്കെ തുറന്നു വിട്ടാൽ നേരെ പിടിക്കുകയാണ് വെള്ളം വരിക കേട്ടോ. പിന്നെ എൻ്റെ വർക്കിംഗ് ഡ്രസ്സാട്ടോ ഞാൻ ഈ തിരുമ്പിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 4 ജോഡി ഉണ്ടാവും. എന്ന് ഇടക്കാക്ക് ശരിക്കും വർക്കിംഗ് ഡ്രസ്സ് തന്നെ ഇല്ല. കാരണം അങ്ങനെ കുറച്ച് ദിവസമായി കൊടുന്ന് വെച്ചിട്ട് വർക്കിംഗ് ഡ്രസ്സ് കഴുകണം പറഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിക്കോന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിലിട്ട് കഴിഞ്ഞാൽ വൃത്തിയാവില്ലല്ലോ. കുറേ ഇങ്ങനെ പൊടികളാണ് ഉണ്ടാവുക, ഈ പുട്ടിയൊക്കെ ഉരയ്ക്കുമ്പോഴുള്ള പൊടികൾ. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആവും, പൊടിയൊക്കെ കയറിയിട്ട്. പിന്നെ നമുക്ക് ഈ കല്ലുമൊക്കെ അടിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലോണം ചളി പോവുമല്ലോ. ഇതൊക്കെ ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചളി അധികം ഉണ്ടാവില്ല, പൊടികളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക, പെയിൻറ്റ് പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ കല്ലുമ്പോൾ തിരുമ്പാലേ ശരിയാവുള്ളൂ പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. ഇന്നലെ തിരുമ്പിയില്ല, കാരണം എനിക്ക് വയ്യ. ഒന്നാമത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തണ്ടൽ വേദനയൊക്കെയാണ് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കങ്ങനെ തിരുമ്പാൻ വയ്യാത്തതുകൊണ്ട് തന്നെ മടി പിടിച്ചിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. പക്ഷെ ഇന്നേക്ക് അത് കൂടിയിട്ടാണ്. അപ്പം ഇന്ന് എന്തായാലും തിരുമണ വെച്ചിട്ട് രാവിലെ തന്നെ അങ്ങനെ മുക്കി വെച്ചേക്കാണ്. മുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കല്ല് മടിച്ചിട്ട് തിരുമ്പുക. അപ്പുറത്തെ തക്കോട് കൊണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരാൾ ഞാൻ ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയത്. അപ്പോൾ മൂപ്പരാൾക്ക് കിട്ടണം ട്രൈപോഡ് തക്കോടുവിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവ അവിടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. എന്നെ ചുറ്റി പറ്റിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് കൂടെ ഒക്കെ പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പണിക്ക് ഇക്കാക്കുന്ന നേരത്തെ പോകണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇക്ക പണിക്ക് പോകണം. നമ്മുടെ റിച്ചൂസ് നീട്ടിട്ടില്ല. റിച്ചു നിൽക്കാനായിട്ട് മുമ്പേ എനിക്ക് വേഗം തിരുമ്പണം, കാരണം റിച്ചുവിന് പനിയുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ നേരെ വെള്ളത്തിൽ ഇറങ്ങും, വെള്ളത്തിൽ കളിക്കും, എന്നെ തിരുമ്പാൻ സഹായിക്കും. അപ്പോൾ നേരെ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ പനി കൂടിയാലോ വെച്ചിട്ട് രാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാട്ടോ അവൻ എനിക്ക് വേണ്ടി മുമ്പേ വേഗം തിരുമ്പിയെടുക്കാമെന്ന് വെച്ചത്. തക്കുടൂൻ്റെ പനിയൊക്കെ ഏകദേശം മാറിയിട്ടപ്പോൾ റിച്ചുവിന് വന്നു കഴിഞ്ഞാൽ റിച്ചുവിനെ മാറിയിട്ട് ആർക്കാവും വരിക അതും പറയാൻ പറ്റില്ല. ഞാൻ എനിക്ക് തിരുമ്പാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ അതാ തിരുമ്പിയിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ വാഷിംഗ് മെഷീനിലും കിടന്ന് കറങ്ങുന്നുണ്ട്, അതും തോരടാണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിരുമ്പി ഇത് ഊരി പിഴിഞ്ഞിട്ട് ഞാൻ അത് തോരടുണ്ട്. തക്കുട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. തക്കുട് നല്ല കുട്ടിയാട്ടോ, അവൻ സഹായിക്കും കേട്ടോ നന്നായിട്ട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അവൻ നന്നായി സഹായിക്കും, എന്നെ എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന്. അപ്പോൾ തിരുമ്പാനും തോരടാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ട്രൈപോഡ് വാങ്ങിച്ചൊരു വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാട്ടിത്തരട്ടെ. എങ്ങനത്തെ ട്രൈപോഡാണ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ ട്രൈപോഡ് വെച്ചിട്ടാണ്. 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ട്രൈപോഡ്
അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാട്ടിയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ട്രൈപോഡ്. അത് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫോൺ നിലത്ത് വീഴണില്ല, അല്ലെങ്കിൽ ഒരേ സൈഡിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഫോൺ നിലത്ത് വീഴുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സേഫായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് കാട്ടിത്തരാം. എൻ്റെ തുണികളൊക്കെ ഇതാ തിരുമ്പൽ കഴിഞ്ഞിട്ട് തോരയിടുന്നുണ്ട്. ഇവിടെ തക്കുടെ അപ്പുറത്തെ സൈഡ് കൂടെ ഇരുന്നിട്ട് ഇത് ഉണക്കി തരുന്നുണ്ട് കേട്ടോ, വീശിയിട്ട്. അതൊക്കെ എടുത്ത് തോരയുള്ളത്. പിന്നെ ഞങ്ങൾ മുറ്റടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ ഇവിടുത്തെ പൂരമാണ് കേട്ടോ, പഴൂർ പൂരം. അപ്പോൾ പൂരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഐസ് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഐസൊക്കെ തിന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കവറൊക്കെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടന്നിട്ട് അത് ഉറുമ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഇനി പുറത്തേക്ക് ഇറങ്ങി അവരെ കാലും ഉറുമ്പ് കടിച്ചിട്ട് വേദനിക്കണ്ടാച്ചിട്ട് അത് മുറ്റടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ പോലും മുറ്റടിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് മുറ്റടിക്കാൻ തീരെ പറ്റാറില്ല, തണ്ടൽ വേദന ഉള്ളതുകൊണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി മുറ്റടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഡെലിവറി കഴിഞ്ഞവർക്ക്, സിസേറിയൻ കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ചും മുറ്റടിക്കാൻ തീരെ പറ്റില്ല. പിന്നെ എനിക്കിപ്പോൾ വയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഡെലിവറി ആവാറായതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് നന്നായി മുറ്റടിക്കാൻ പറ്റില്ല കേട്ടോ, കുമ്പിട്ടിട്ടൊന്നും. പക്ഷേ ഈ ഉറുമ്പ് കടിക്കേണ്ട വെച്ചിട്ട് എന്നാലും ഞാൻ മുറ്റടിക്കണം. വല്ലാണ്ട് കരടില്ല, ഈ ഉറുമ്പുകളാണ് ഈ കവറ് ഇട്ട് പോയിട്ട് കേട്ടോ. കണ്ടതൊക്കെ ഫുള്ള് കവറുകളാണ്, ഞാൻ ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് പുറത്തേക്ക് ചാടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ കടിച്ചവരുണ്ട്. ഞാൻ പിന്നെ തക്കുടും കൂടെ അടിച്ചവരെ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഒരു സന്തോഷം എൻ്റെ പിന്നാലെ അങ്ങനെ പണികൾ ചെയ്ത് നടക്കുന്നത്. അപ്പം ഞാനും തടസ്സം പറയാറില്ല കേട്ടോ, അവൻ എൻ്റെ കൂടെ നടന്നിട്ട് ചെയ്തോട്ടെ, ആനനെ വെക്കും കേട്ടോ. പിന്നെ കുറച്ച് തുളസി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. തുളസി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികൾക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അധികം പൊട്ടിക്കണ്ട നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ തുളസിക്ക് വേറെ എവിടെയും പോയി തെണ്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പൊട്ടിക്കണ്ട, അപ്പുറത്തൊരു പറമ്പിൽ വെറുതെ വേണ്ട കേട്ടോ, കുറേ തുളസി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ പോയി പൊട്ടിക്കാനുള്ള മടി കൊണ്ട് എന്തായാലും ആവട്ടെ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് കിളികൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് മുട്ട ഇടും കേട്ടോ. തുളസി, അതുപോലെ തന്നെ കഞ്ഞിക്കൂർക്ക, പിന്നെ കടൽനാക്ക് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അത് കൊടുത്താലൊക്കെ പെട്ടെന്ന് മുട്ട ഇടും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ മൂന്നും. പക്ഷേ കഞ്ഞിക്കൂർക്ക നമ്മുടെ അവിടെ കിട്ടാല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ വേണം അവിടെ നിന്ന് പറിച്ചിട്ട് കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുളസി ഇട്ടെടുത്തപ്പോൾ കിളികൾ വന്ന് നോക്കിയിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തേക്ക് ചെന്നാൽ അവറ്റോൾ വരില്ല. അപ്പോൾ ഞാൻ ദൂരെ നിന്നിട്ടാണ് ആദ്യം വീഡിയോ എടുത്തത്. ഒരു കിളി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മറ്റേതും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവരും മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് കൂടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നതൊക്കെ കാണാറുണ്ട്. എന്തായാലും മുട്ട ഇട്ടിട്ട് വിരിഞ്ഞിട്ട് കുറേ കുട്ടികളായിട്ട് പുറത്ത് വരട്ടെ അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിച്ചുവിൻ്റെ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് നീറ്റ് വരാറുണ്ട് കേട്ടോ. ഇന്ന് പനി ആയതുകൊണ്ടാണ് തോന്നുന്നു അവൻ കരയുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഞാൻ നീട്ടിയിട്ട് ചൂടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. രാവിലെ എനിക്ക് നോക്കുമ്പോൾ അധികം ചൂടുണ്ടായിരുന്നില്ല, പിന്നെ ഞാനിപ്പോൾ നോക്കുമ്പോൾ നല്ല ചൂട് പോലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചായ കൊടുത്തിട്ട് വേഗം മരുന്ന് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ, അല്ലെങ്കിൽ പനി ഇങ്ങനെ കൂടിയാലോ. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ പോയി വെട്ടിയിട്ടുണ്ട്, തക്കുടും ഇറിച്ചുൻ്റെ ഒക്കെ മുടി പോയി വെട്ടി ശരിയാക്കി. അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പനി പിടിച്ചു തുടങ്ങിയത് പിള്ളേർക്ക്. മുടി വെട്ടാണ്ടിരുന്നപ്പോഴാണ് ശരിക്കും പനി ജലദോഷമൊക്കെ വരുന്നത്. മുടി വെട്ടിയതിന് ശേഷമാണ് പനിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു കുറേ കാലമായിട്ട് പനിയൊന്നും കണ്ടിരുന്നില്ല അവർക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എന്തവർക്ക് പനിയൊന്നും വരാത്തേന്ന്, അല്ലെങ്കിൽ ഇടക്കിടക്ക് പനി ഉണ്ടാവാറുള്ളതാണ്. പിന്നെ പനി വന്നല്ലേ നമ്മുടെ ശരീരം പ്രതിരോധിക്കുക എന്ന് പറയുക, ഡോക്ടർമാരെന്ന് പറയുക ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ പനി വരണം, എന്നാലാണ് പ്രതിരോധ ശക്തി ഉണ്ടാവുക എന്നൊക്കെ. അതുപോലെ ഞാൻ തിരുമ്പിറങ്ങിയപ്പോൾ തന്നെ അടുപ്പ് കത്തിച്ചിട്ടാട്ടാ തിരുമ്പിറങ്ങിയത്. പക്ഷെ അടുപ്പ് കെട്ടിട്ടുണ്ടായിരുന്നു. ഇത് എത്ര കത്തിച്ചാലും കെടുകയാണ് കേട്ടോ. ചില സമയത്ത് ഒരു പ്രശ്നമില്ലാണ്ട് കത്തും, ചില സമയത്ത് നമ്മൾ ഊതിയിട്ട് ശ്വാസം മുട്ടും കേട്ടോ നമുക്ക്. അങ്ങനെയാണ് ഉണ്ടാവും ഈ അടുപ്പിൻ്റെ അവസ്ഥ. ചില അടുപ്പുകളൊക്കെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിർത്താണ്ട് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇത് എത്ര വിറക് വെച്ചാലും എത്ര കത്തിച്ചാലും ചില സമയത്ത് ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കട്ടെ. എന്താണെന്ന് സംഭവം എനിക്കറിയില്ല. ചില അടുപ്പിന് ഇങ്ങനെ വിസ്താരമില്ലെങ്കിൽ കത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ അടുപ്പിന് വിസ്താരമൊക്കെ ഉണ്ട്, എന്നാലും കത്തണമൊന്നുമില്ല, എന്താണാവോ. അപ്പോൾ പിന്നെ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് ഞാൻ റിച്ചുവിനുള്ള ഭക്ഷണം കൊടുത്തു വിട്ടാം. അവന് മരുന്ന് കുടിക്കാണ്ടല്ലേ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ കിടക്ക മടക്കി വയ്ക്കാൻ വേണ്ടി വന്നേക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടി ഹോളിലാണ് കേട്ടോ കിടക്കുക. ഹോളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസ്താരമായിട്ട് എല്ലാവർക്കും കിടക്കാൻ പറ്റും കേട്ടോ. 2 കിടക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. റൂമിൽ 2 കട്ടിലൊക്കെ ഇടാൻ പറ്റും, പക്ഷെ നമുക്ക് ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ നിൽക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ വേറെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ 2 കട്ടിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് റൂമിൽ കിടക്കാത്തത്. ഇനിയിപ്പോൾ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റൂമിലേക്ക് മാറും, കട്ടിൻ്റെ മുകളിലും കിടക്കുക. അപ്പോൾ ഇപ്പം എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുക വെച്ചിട്ട് ഇങ്ങനെ 2 കിടക്കിട്ടിട്ടാണ് കിടക്കുക. ഒരു കിടക്കൊക്കെ പണിക്ക് പോകുമ്പോൾ എടുത്ത് വെച്ചു വിട്ടാൽ, കാരണം ആ സമയത്ത് ഞാനും തക്കൂടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ കിടക്ക എടുത്ത് വെച്ചു, കട്ടുമ്പോൾ കൊണ്ടുപോയിട്ടു. അപ്പോൾ റിച്ചു ഈ കിടക്കയിലാട്ടൊക്കെ കിടക്കുക. റിച്ചു നേരെ വൈകിട്ട് നീക്കണോണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് മടക്കി വയ്ക്കേണ്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ പുതപ്പും തലോണൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം മൂത്രമുള്ളതൊക്കെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ചിലതിലും മൂത്രം ഉണ്ടാവും. പാമ്പേഴ്സ് ഇട്ടാലും പാമ്പേഴ്സ് നിറഞ്ഞിട്ട് മൂത്രം പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റിയിട്ടു.
പിന്നെ പുതപ്പും ഒക്കെ മടക്കിയിട്ട് കിടക്ക എടുത്ത് വെക്കുകയാണ് കേട്ടോ. കിടക്കയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പഞ്ഞീൻ്റെ കിടക്കയാണ് ഗാദിത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റുള്ള കിടക്കയാണ്. അതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ എനിക്കുള്ള ഡ്യൂട്ടിയാണ് ഈ തുണിയോളം മടക്കി വെക്കാൻ. ഏകദേശം 2-2.5 ആഴ്ചത്തോളമായി തുണിയോളം ഇങ്ങനെ കൂട്ടിയിട്ടേക്കണു. അപ്പോൾ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഇതിന്ന് ഡ്രസ്സ് എടുക്കുക ഇടുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് മടക്കി വെക്കണമെന്ന് എന്തായാലും വെച്ചിട്ടുണ്ട്. കാരണം മടി കാരണമാണ് മടക്കി വെക്കാത്തത്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കളിപ്പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഏട്ടനും അനിയനും കൂടി കുറച്ച് നേരം കളിക്കുന്നുണ്ടാവുള്ളത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒരാൾ കരഞ്ഞിട്ട് വരും കേട്ടോ, തല്ലുകൂടിയിട്ട്. അങ്ങനെയാണ് പതിവ്. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ എന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡെലിവറി ആയതുകൊണ്ട് തന്നെ കുറച്ച് കപ്പുകളും സാധനങ്ങളൊക്കെ വേണമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റും പിന്നെ കൊട്ടയും പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് വേണ്ട ടർക്കി ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10-15 ടർക്കി ഇവിടെ മുന്നത്തെ ഇരിക്കുന്നുണ്ട്. തക്കുടുൻ്റെ റിച്ചുവിൻ്റെ ഒക്കെ വെറുതെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടർക്കികളാണ്. അപ്പോൾ നമുക്ക് ഉണ്ണീനെ പ്രസവിച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടിയിട്ടും പുറത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടർക്കി വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ മൂത്രം ഒഴിച്ചാൽ നനയാണ്ടിരിക്കാനുള്ള ഒരു ഷീറ്റും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചെരുപ്പും ബക്കറ്റും കപ്പും പിന്നെ സോപ്പ് പെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കൊട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. കൊട്ട എനിക്ക് മുമ്പുണ്ടായിരുന്നു കേട്ടോ. തക്കുടുൻ്റെ ഡെലിവറി കഴിഞ്ഞെടുത്ത കൊട്ട തന്നെയാണ് റിച്ചുവിനും കൊണ്ടുപോയത്. 3ാമത്തേനും ആ കൊട്ട തന്നെ യൂസ് ചെയ്യണം എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവർ രണ്ടാളും കൂടിയിട്ട് ആ കൊട്ട നാശാക്കി, തക്കുടും റിച്ചും കൂടെ. അപ്പോൾ പിന്നെ ഉമ്മ കടയിൽ കൊണ്ടുപോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ചെയ്തത്. ഇതൊക്കെ തക്കുടുൻ്റെ പിന്നിക്കെട്ടി റിച്ചുവിൻ്റെ പിന്നിക്കെട്ടികളായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഈ പിള്ളേർ ഇത്രയും ചെറുതായിരുന്നില്ലേ, ഇത്ര പെട്ടെന്ന് വലുതായി. അപ്പോൾ ഇതൊക്കെ അവർക്ക് പാകാവില്ലല്ലോ, ഇത്രയും ചെറിയ കുട്ടികളായിരുന്നില്ല കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ ഉടുപ്പ് എൻ്റെ ആങ്ങളേൻ്റെ കുട്ടീൻ്റെ ഉടുപ്പാട്ടോ. അവളിവിടെ നിൽക്കാൻ വന്നപ്പോൾ ഇവിടെ മറന്നു വെച്ച് പോയതാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഉണക്കാടണം. പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ഇനി പെൺകുട്ടിയാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഞാൻ കളയാണ്ടാണ് എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കഴുകി വെക്കണം. ഇതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത നല്ല നല്ല പിന്നിക്കെട്ടികളാട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്ത് വെക്കണോണ്ട് തന്നെ. അപ്പോൾ ചിലത് മാത്രം അതിൻ്റെ വള്ളി വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി നല്ലതൊക്കെ എടുത്തിട്ട് കഴുകണം. പിന്നെ കുറേ സോക്സുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരെണ്ണമൊന്നും കാണാനില്ല, ഒരെണ്ണമൊക്കെ എവിടെയെന്നാവുക, ചിലത് ജോഡിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കിയിട്ട് കഴുകി വെക്കണം. പിന്നെ ഇനി ബാക്കി ഇക്കാനെ കൊണ്ട് വാങ്ങിപ്പിക്കണം കേട്ടോ. ബാക്കി എണ്ണ, സോപ്പ് സാധനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കുട്ടീൻ്റെ ഡൈപ്പറും കാര്യങ്ങളൊക്കെ ഇക്കാനെ കൊണ്ട് വാങ്ങിപ്പിക്കണമെങ്കിൽ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഉമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തുണിയോളം മടക്കി വയ്ക്കേണ്ട രീതിയായിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തുണിയോളം ഞാനിങ്ങനെ മടക്കി വെക്കല്ലേ ചെയ്യുക. ഓരോരുത്തരുടെ ഇങ്ങനെ മാറ്റിയിടും. എൻ്റെ ഡ്രസ്സ്, ഇക്കാൻ്റെ ഡ്രസ്സ്, തക്കുടുൻ്റെ റിച്ചുവിൻ്റെ അവരുടെ ഒക്കെ വേർതിരിച്ചിങ്ങനെ മാറ്റി കൂട്ടിയിട്ടിട്ട് ഏറ്റവും ലാസ്റ്റാണ് മടക്കി വെക്കുക. അതാണ് എനിക്ക് എളുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഭ്രാന്ത് വരും, കുറേ മടക്കി വയ്ക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ മടക്കി വയ്ക്കലൊക്കെ അവിടെ നിർത്തും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് പുതിയതും പഴയതൊക്കെ മാറ്റിയിടും ഒരു സൈഡിൽ. അപ്പോൾ എനിക്കത് മടക്കി വയ്ക്കാൻ സിമ്പിളായില്ലോ. തക്കുടുവിൻ്റെ അതുപോലെ മാറ്റിയിട്ട് അപ്പോൾ തക്കുടുവിൻ്റെ പുതിയതും പഴയതും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ കഴിയും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്ക്, എളുപ്പമുണ്ടോ നോക്കി നോക്കുക. എല്ലാവരുടെ ഡ്രസ്സ് ഇങ്ങനെ വേർതിരിച്ചിട്ട് മെല്ലെ ഇരുന്ന് മടക്കി നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് തുണിയോളം മടക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര പ്രാന്തുള്ളൊരു കാര്യമാണ്. തിരുമ്പ് പിന്നെയും കുഴപ്പമില്ല, മടക്കി വയ്ക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ മടിയൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് മടക്കി വെക്കുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് വല്ല ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്ന ഈ തുണികൾ ഇതേപോലെ തന്നെ കിടക്കും. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാനിപ്പോൾ വായിക്കുന്ന സമയത്തൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞ് നോക്കണ്ടല്ലോ. പിന്നെ ഇനിയൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മടക്കി വെച്ചാൽ മതി. ഇതുപോലെ തുണികളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. പിന്നെ ഡ്രസ്സുകൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ കുറേ കഴുകാനില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരുടെ ഡ്രസ്സും മാറ്റി വയ്ക്കുമ്പോൾ ഇടക്കിടക്കുന്ന ഡ്രസ്സ് മാറുകയാണ്. ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ തിരഞ്ഞ് പിടിച്ച് എടുക്കണ്ട ഓരോരുത്തരുടെ ഡ്രസ്സ്. അപ്പോൾ വല്ലാതെ ഡ്രസ്സുകൾ കഴുകാൻ ഉണ്ടാവാറില്ല കേട്ടോ. എപ്പോഴും മാറണില്ല എല്ലാവരും ഡ്രസ്സ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് അടിച്ചു വരികയാണ് കേട്ടോ. എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് എന്നെ കിതയ്ക്കണ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് എഡിറ്റ് ചെയ്ത് കഴിയിലൊക്കെ അപ്പം തന്നെ ഞാൻ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ചായിട്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാലും ഞാൻ മറക്കും അല്ലെങ്കിൽ മടി പിടിക്കും. അപ്പോൾ എന്നെ ചെയ്യലും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. കിതപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഞാൻ അടിച്ചു വാരുന്നുണ്ട്. എല്ലായിടത്തും കുറേ മണ്ണ് പരത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർ മുമ്പാത്തിരുന്ന് കളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. ഞാനതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ റിച്ചുവിൻ്റെ തലേൻ്റെ മുകളിൽ ഫുള്ള് മണ്ണ് കേട്ടോ. വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല. വീഡിയോ എടുക്കുമ്പോൾ ഓടുകയാണ് കേട്ടോ. കയ്യിൽ ഫുള്ള് മണ്ണാണ്. അവൻ്റെ കയ്യിൽ മണ്ണ് നിറച്ചിട്ട് അവൻ തന്നെ തലയിലിടുക. ഒരു കൊട്ട മണ്ണുണ്ട്. ഞാൻ പനി ആയതുകൊണ്ട് തല നനയ്ക്കണ്ടെന്നാട്ടാ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ മണ്ണായ സ്ഥിതിക്ക് എന്തായാലും തല നനയ്ക്കണം. തല നനച്ചാൽ പനി കൂടുള്ളൂ. പക്ഷേ പിള്ളേർ ഇങ്ങനെ കളിക്കണതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാട്ടിങ്ങി എന്തായാലും തല നനയ്ക്കാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ച ട്രൈപോഡ് ഇതാണ് കേട്ടോ. എനിക്ക്
ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 202 രൂപ അങ്ങോട്ടുള്ള വില കുറവാണ് കേട്ടോ. പക്ഷെ എന്നാൽ ആ റേറ്റ് കുറവാണെങ്കിലും നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്കിത് ഓരോ സൈഡിൽ നമുക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ നല്ല ലെങ്ത്ത് കുറവാകുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തും കണക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ട്രൈപ്പോഡാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ കഞ്ഞി ഇതാ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറായപ്പോൾ പനിയല്ലേ, അപ്പോൾ രണ്ടാൾക്കും കുറേശ്ശെ കഞ്ഞി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരെ കുളിപ്പിക്കലും കഴിഞ്ഞു കേട്ടോ. കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ചീന്തി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മണ്ണിക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഈ കോലം മാറിയിട്ട് വീണ്ടും കുളിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. അക്കുടുവിൻ്റെ കഴുത്തിലൊരു മാല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പോലത്തെ ഒരു മാല, ചോപ്പ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൂരായിരുന്നു പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൂരത്തിൻ്റെ ആൾക്കാർ ഇട്ട് പോയിട്ടുള്ള ഒരു മാല നിലത്ത് കിടക്കണമായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ എടുത്തിട്ട് കഴുത്തിലിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് കൂടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാനും കൂടി ഉള്ളൂ. ബാക്കി അടിച്ചൊരു തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥയാവണം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.